കയ്യിലൊന്നുമില്ലല്ലോ, ഞാനൊന്നുമില്ലാത്തവനാണെന്ന ബോധം എന്റെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അല്ലാഹു സമ്പത്ത് തന്നാൽ ആ സമ്പത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണെന്ന ബോധം വന്നാൽ പിന്നെ ഏതു പണക്കാരനാണ് ഇവിടെ അഹങ്കരിക്കാൻ കഴിയുക? ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഏതൊരു മനുഷ്യനും അതാ നശിച്ചു പോകാനുള്ള 4 കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കാണാം. ഒന്ന് ദിക്റു ഹസനാത്തിൽ മാളിയാ, നമ്മൾ ചീത്തയാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്ക് നമ്മൾ ചെയ്ത നന്മകളെ കുറിച്ചു നല്ല ഓർമ്മയാണ്. റമളാനിൽ കൊടുത്ത ഓരോ സംഭാവനയും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബക്കറ്റിലിട്ട 50 ഓർമ്മയില്ലേ? മുതഅല്ലിമീങ്ങൾക്ക് കൊടുത്ത 10ഉം 20ഉം ഓർമ്മയില്ലേ? നമ്മൾ പള്ളി കമ്മിറ്റിയിലായപ്പോഴാ പള്ളി ഉണ്ടാക്കിയത്, ഞാൻ കമ്മിറ്റിയിലുള്ളപ്പോഴാ ഇവിടുത്തെ റിക്കാർഡൊക്കെ റെഡിയാക്കിയത്, ഞാൻ സംഘടനയിലുള്ളപ്പോഴാ സംഘടനയുടെ മുഴുവൻ പദ്ധതികളും നടപ്പിൽ വരുത്തിയത്. ഇങ്ങനെ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല ഓർമ്മയാണ്. പക്ഷേ മനുഷ്യൻ ചീത്തയാവാനുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം അവൻ ചെയ്ത എല്ലാ തിന്മകളും അവൻ മറന്നുപോയി. അല്ലാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് എത്ര സിനിമ കണ്ടുപോയി, ഞാൻ എത്ര സീരിയൽ കണ്ടുപോയി, ഞാൻ എത്ര ഹറാം കണ്ടുപോയി, ഞാൻ എത്രയാണ് ആളുകളോട് കടം വാങ്ങിപ്പോയി, എന്റെ നാവ് കൊണ്ട് ഞാൻ എന്തെല്ലാം സംസാരിച്ചു പോയി. ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകളെ കുറിച്ച് നമുക്ക് യാതൊരു ബോധവുമില്ലല്ലോ. ഇത് മനുഷ്യൻ ചീത്തയാവാനുള്ള രണ്ടാമത്തെ കാരണമാണ്. ഇനി മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്നദുറു ഇലാ മൻ ഫൗഖഹു ഫിദ്ദുനിയാ. ദുനിയാവിന്റെ വിഷയം വരുമ്പോ നമ്മൾ നമ്മളെക്കാൾ മുകളിലേക്കാ നോക്കുന്നത്. ഞാനിവിടെ പ്രസംഗിക്കുമ്പോ നല്ല ചെറുപ്പക്കാരെ കാണുമ്പോൾ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ കാണുമ്പോ ഞാൻ ആലോചിച്ചു പോകും, അവർക്കെന്തു സുഖമാണ്, ഇങ്ങനെ ഓടാമല്ലോ, അവർക്കിങ്ങനെ നടക്കാമല്ലോ, അവർക്കേത് തെങ്ങിലും കയറാമല്ലോ, അവർക്ക് ഇങ്ങനെ മരത്തിൽ കയറാമല്ലോ, ഏതു വാഹനവും ബൈക്കും അവർക്ക് ഓടിക്കാമല്ലോ. ഇങ്ങനെ ഞാൻ എന്നെക്കാൾ മുകളിലുള്ളവരെ കുറിച്ച് ആലോചിക്കും. ഒരു നില വീടുള്ളവൻ 2 നില വീടിനെ കുറിച്ച് ആലോചിക്കും. അതേ ബൈക്കുള്ളവൻ കാറുള്ളവനെ കുറിച്ച് ആലോചിക്കും. കാറുള്ളവൻ ഏറ്റവും അതിനേക്കാൾ നല്ല സംവിധാനങ്ങളുള്ള ഫെസിലിറ്റിയുള്ള വാഹനങ്ങളെ കുറിച്ച് ആലോചിക്കും. ഇങ്ങനെ നമ്മൾ നമ്മളെക്കാൾ മുകളിലേക്കാണ് എപ്പോഴും ആലോചിക്കുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും നമ്മളെക്കാൾ താഴേക്ക് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഓലപ്പുരയിൽ താമസിക്കുന്നവൻ, നമ്മളെല്ലാം ടൗണുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഫുട്പാത്തുകളിൽ കിടന്നുറങ്ങുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ? അന്യ സംസ്ഥാനക്കാരൊന്നു നമ്മളവരെ കുറിച്ച് പറയും. അല്ല, നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ പേരുണ്ട്, 2ഉം 3ഉം 4ഉം ഒക്കെ മക്കളുള്ളവരുണ്ട്. 40ഉം 50ഉം വർഷം പ്രവാസികളായ ഉപ്പമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 3ഉം 4ഉം മക്കളുള്ള ഉമ്മമാര് എവിടെ കഴിയണമെന്ന് ആലോചിച്ച് നെട്ടോട്ട് ഓടുന്നവരെ കണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അവർക്കെന്തേ പാമ്പുകളെ പേടിയില്ലേ? അവർക്കും ഇഴജന്തുക്കളെ പേടിയില്ലേ? അവർക്കും സൂര്യന്റെ ചൂടിന് പ്രശ്നമില്ലേ? അവർക്ക് രാത്രിയിലെ തണുപ്പ് പ്രശ്നമല്ലേ? അവരും നമ്മളെ പോലെയുള്ള മനുഷ്യരല്ലേ?
ശരീരം മുറിക്കപ്പെട്ട ആളുകളെ കണ്ടിട്ടില്ലേ? ഈ അടുത്തല്ലേ സഫ്വാൻ സഖാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 2025 ബിരുദം നേടിയ ചെറുപ്പക്കാരനാണ്. പക്ഷേ ക്യാൻസർ വന്ന് കാല് മുറിക്കപ്പെട്ടു പോയി. ഇപ്പൊ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു പോയി. അല്ലാഹു അവരെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നമുക്കെന്തേ അവരെ കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ, റബ്ബേ നീ എനിക്ക് കാല് തന്നിട്ടുണ്ടല്ലോ, എനിക്ക് നടക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ടല്ലോ, നീ എനിക്ക് വീട് തന്നിട്ടുണ്ടല്ലോ, എനിക്ക് ഭാര്യയുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, എനിക്ക് ജീവിക്കാനുള്ള സമ്പത്തുണ്ടല്ലോ, അടിച്ചു പൊളിക്കാനുള്ള സംവിധാനമില്ലെന്നല്ലേ ഉള്ളൂ. നമ്മളെത്ര വലിയ അഹങ്കാരികളാണ്. ഇക്കഴിഞ്ഞ 2 ദിവസം മുൻപ് ഒരു ചെറുപ്പക്കാരനായ ഉപ്പ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഈ പ്രവാസ ലോകത്തുള്ള പ്രതിസന്ധികളൊക്കെ കണ്ട് മകളുടെ കല്യാണം 1 ദിവസമാക്കി ചുരുക്കണമെന്ന് വിചാരിച്ച് എല്ലാവരോടും കല്യാണമൊക്കെ പറഞ്ഞു. പക്ഷേ മക്കളെന്നോട് മിണ്ടുന്നില്ല. ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയി. അവസാനം 5 ദിവസം കല്യാണമാണ്. കടം വാങ്ങിയിട്ടാ ഉസ്താദേ കല്യാണം നടത്തുന്നത്. പക്ഷേ മക്കൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്തു ചെയ്യണമെന്നറിയൂല. മുഅ്മിനീങ്ങളെ, റബ്ബ് നമ്മളെ ഒന്ന് ചെറിയൊരു പിടുത്തം പിടിച്ചപ്പോ ലോകത്തിന്റെ ഒരറ്റത്തുള്ള ഒരു രാജ്യവും നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭാഗത്തുള്ള മറ്റൊരു രാജ്യവും തമ്മിൽ സംഘട്ടനം വന്നപ്പോ നമ്മളെ അടുക്കള വരെ അതിന്റെ പ്രതിഫലനം വന്നില്ലേ? നമ്മൾ വരെ കുടിക്കുന്ന ചായയിൽ അത് ബാധിച്ചില്ലേ? നമ്മുടെ യാത്രകളെ ബാധിച്ചില്ലേ? അല്ലാഹനെ മറന്നു തുടങ്ങിയാൽ അല്ലാഹ് പണി തരാതെ വിടൂല. അഹങ്കാരത്തിന് നമുക്ക് കുറച്ച് ബോധം വേണം. നമ്മളെ ആർഭാടങ്ങൾക്ക് കുറച്ച് ബോധം വേണം. അല്ലെങ്കിൽ ദുനിയാവിൽ അനുഭവിച്ചേ പോകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്നദുറു ഇലാ മൻ ഫൗഖഹു ഫിദ്ദുനിയാ. ദുനിയാവിന്റെ വിഷയം വരുമ്പോ അവനേക്കാൾ മുകളിലേക്കാണ് ചിന്തിക്കുന്നത്. അവനേക്കാൾ വലിയ വീട്, അവനേക്കാൾ നല്ല വാഹനം, അവനേക്കാൾ അവന്റെ ഭാര്യയേക്കാൾ സൗന്ദര്യമുള്ള ഭാര്യ, അതേ എന്റെ ഭർത്താവിനേക്കാൾ നന്നായി ടൂർ പോകുന്ന ഭർത്താവ്, വീട്ടിലെ ഭക്ഷണം പ്രശ്നമല്ല, അതേ വീട്ടിലുള്ള സംവിധാനങ്ങളൊന്നും പ്രശ്നമല്ല, എന്റെ ഭർത്താവ് എന്നെ എവിടെയും കൊണ്ടുപോകുന്നില്ല, കറങ്ങാൻ കൊണ്ടുപോകുന്നില്ല, എന്നെ ടൂർ കൊണ്ടുപോകുന്നില്ല. ഇങ്ങനെ കുടുംബം നശിപ്പിക്കുന്ന പെങ്ങന്മാരില്ലേ? കുടുംബത്തിൽ ചിത്രത വരുത്തുന്ന പെങ്ങന്മാരില്ലേ? അനുഭവിക്കാതെ പോകൂ.